എന്തൊക്കെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ട്വിസ്റ്റ്. നമ്മളെക്കാളൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ, അവരൊക്കെ മറുപടി പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും. ആ സത്യം തെളിയുമ്പോൾ മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും. അതിൽ പോയി കട്ടളപ്പടി പോയി, ദ്വാരപാലക ശില്പം പോയി, ഇനി തങ്കവിഗ്രഹമുള്ള അവിടെ. പ്രതിപക്ഷത്തിന് ഒന്നേ പറയാനുള്ളൂ, ഈ കൊള്ള മുഴുവൻ നടത്തിയത് മുൻ ദേവസ്വം മന്ത്രിയാണ്. അതാരും അറിയാണ്ട് മൂടി വെച്ചത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി. ബാക്കി കുറ്റങ്ങളൊക്കെ ചെയ്തത് ഇടതുപക്ഷത്തുള്ള അവിടെ ക്ഷേത്രത്തിൽ ചുമതല വഹിക്കുന്ന നേതാക്കള്. പ്രതിപക്ഷത്തിന്റെ കണ്ടിൽ അവർ മാത്രമാണ് കുറ്റക്കാരി, ബാക്കി എല്ലാവരും നിഷ്കുപ്രോമേക്സ്. കേസിൽ തന്ത്രി കണ്ഠരരാജീവരെ അറസ്റ്റിലായിരിക്കുന്നു. അങ്ങനെ അന്വേഷണ സംഘം തന്ത്രിനെ പൊക്കി. ഇതിപ്പോ തന്ത്രിനേക്കാളും കൂടുതൽ ഷോക്ക് ആയിട്ടുണ്ടാവുക പ്രതിപക്ഷത്തിനായിരിക്കും. അവരല്ലേ പറഞ്ഞത് തന്ത്രി നിഷ്കളങ്കനാണ്, തന്ത്രിനൊന്നും ചെയ്യില്ലെന്ന്. തന്ത്രി കുറ്റം ചെയ്തതൊന്നും ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുറ്റം ചെയ്യുന്ന തന്ത്രിമാരൊന്നും ശബരിമലയിൽ ഉള്ളതായിട്ട് ഒരു കംപ്ലൈന്റ് ആരും വന്നിട്ടില്ല. മുരളീധരടാ, കഥയൊക്കെ ഇടപെടലും മാറി. ഈ കൊള്ളയ്ക്ക് പിന്നിൽ ദൈവതുല്യരായ പലരുണ്ടെന്ന് അന്നേ പത്മകുമാർ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോഴല്ലേ മനസ്സിലായത്? എന്റെ ഭരണകാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പത്മകുമാറിനെയും എൻ വാസുവിനെയും തള്ളിക്കൊണ്ട് ഇതാ നമ്മുടെ ശബരിമല തന്ത്രി മുന്നിലെത്തിയിരിക്കുന്നു. മൂപ്പരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ക്ഷേത്രത്തിലെ എല്ലാ ഉടായ്പകളും ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കണ്ടു അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങളൊന്നും തരാൻ പറ്റത്തില്ല, എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. ശബരിമലയിൽ തങ്കം കട്ടുപോയി ഈ അയ്യന്റെ പാലകരെ അടിച്ചു മാറ്റി. തന്ത്രിയല്ലല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്, ഈ സംഭവം കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞത് ഞാൻ ബോർഡ് മെമ്പർമാരെ അറിയിച്ചിരുന്നു, ദേവസ്വം വകുപ്പിനെ അറിയിച്ചിരുന്നു, അതായത് കടകംപള്ളി സുരേന്ദ്രനെ അറിയിച്ചിരുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു അറിയിപ്പുണ്ട്, പ്രതിപക്ഷം ഇനിയെങ്കിലും ഉറക്കത്തിന് എണീറ്റ് റിയാലിറ്റി മനസ്സിലേക്ക് ആവായിക്കേണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണ തട്ടിപ്പ് നടത്തിയ കാര്യമൊക്കെ തന്ത്രിക്ക് അറിയായിരുന്നു. അതൊക്കെ അറിയായിരുന്നിട്ടും തന്ത്രി ഇങ്ങനെ ഒന്നും അറിയാത്ത നിഷ്കളങ്കനെ പോലെ ഇരുന്നു. അമ്പടാ, അപ്പൊ അഭിനയവും വശുണ്ടല്ലേ ഉണ്ണിക്ക്? പേശായിരിക്കണു. അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ കാര്യമാണ് എന്നും ഈ വിവാദം വരുന്നത്. തന്ത്രിയല്ല, എനിക്ക് ഇങ്ങോട്ട് ലെറ്റർ തന്നു, അറ്റകുറ്റപ്പണി നടത്തേണ്ടതാണെന്ന് പറഞ്ഞു. അതിന് മറുപടി കൊടുക്കുക മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല. അന്ന് എന്തൊക്കെ തത്വങ്ങൾ പറഞ്ഞതായിരുന്നു പുള്ളി, പക്ഷെ എല്ലാം പാളിപ്പോയി. അന്വേഷണ സംഘം ക്രൂരതയല്ലേ പുള്ളിനോട് ചെയ്തത്? ഒരു ഘട്ടത്തിൽ പോലും ഭയങ്കരമായിട്ട് സംശയ നിഴലിൽ നിർത്തിയില്ല. അങ്ങനെ സംശയ നിഴലിൽ നിർത്തിയിരുന്നെങ്കിൽ തന്ത്രി എന്നേ സ്കൂട്ടാവാൻ നോക്കിയാനെ. അത്രയ്ക്ക് അഭിനയായിരുന്നില്ലേ പുള്ളി? സത്യം തെളിയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അന്വേഷണം കൃത്യമായിട്ട് വേണം. തീർച്ചയായിട്ടും. അതായത് തന്ത്രി അറിയാണ്ട് ശബരിമലയിൽ ഒരു ഈച്ച പോലും കയറില്ല എന്ന് സാരം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ച ലാഭത്തിന്റെ ഒരു പങ്ക് തന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് കേൾക്കണം. ദൈവതുല്യരായിട്ടുള്ള ചില ആളുകൾ ഉണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ ആരാണ് ദൈവതുല്യരായ ആളുകളെന്നൊക്കെ കേരള സമൂഹം തിരിച്ചറിയുന്നില്ല, തിരിച്ചറിഞ്ഞൂന്ന്. കടകംപള്ളിനെ പൂട്ടെന്ന് വിചാരിച്ചത് പൂട്ടിയത് തന്ത്രിനെ. പാവങ്ങൾ ഇത് എങ്ങനെ താങ്ങുമെന്തോ. ദൈവതുല്യൻ ഹാപ്പിയല്ലേ? സ്വർണം തന്നെ, അതെ, തോന്നാനൊന്നുമല്ല, സ്വർണം തന്നെയാണ്. സ്വർണം തന്നെ അത്, നല്ല അസല് സ്വർണം. ഇഷ്ടപ്പെട്ടു, എടുത്തു. ഈ ദൈവതുല്യന്റെ ഓരോരോ ലീലാവിലാസങ്ങള്. ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ നിന്റെ വിഗ്രഹമതെങ്കിലും ഒറിജിനലാണോ? ഇനി അവന്റെ വരവാണ്. സാധാരണക്കാരെ പോലെയല്ല തന്ത്രി, ദൈവജ്ഞനാണ്. അയ്യപ്പന്റെ അച്ഛന്റെ സ്ഥാനമുള്ള വ്യക്തിയാണ്. ഈരേടുലകിനും അധിപതിയാമെന്നയ്യപ്പ, നിന്റെ ചുറ്റും കള്ളപ്പരിശകളാണിന്നയ്യപ്പ. കാക്കേണ്ടവരെ എന്നെ കക്കണ കാലത്ത് കണ്ഠരൻ രാജീവർ എന്നുള്ള പേര് മാറ്റിട്ട് കട്ടരൻ രാജീവർ എന്നാക്കണായിരിക്കും ഉത്തമം. അല്ല, പ്രതിപക്ഷത്തിനും ജീവമാരൊന്നും പുറത്ത് കാണാനില്ലല്ലോ. അതെ, മറ്റേ പോറ്റിയെ കയറ്റിയ പാട്ട് തിരുത്തി എഴുതണ്ടേ നേതാക്കളെ?